നമസ്കാരം. ദുഃഖവെള്ളിയുടെ എല്ലാ ആശംസകളോടും കൂടി വരാൻ പോകുന്ന ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം ബസലിക്കയിൽ വളരെയധികം തമാശകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ബസലിക്കയിലെ ഭീകരജീവികളും സ്ത്രീ പൗരോഹിത്യം കാക്ഷിക്കുന്ന വിമത ലോഹ തൊഴിലാളികളും എന്നുള്ള വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആകർഷിക്കുന്നത്. എറണാകുളം ബസലിക്കയിൽ പെസഹ തിരുനാളോടനുബന്ധിച്ച് നടക്കുവാൻ പോകുന്ന കലാപരിപാടികളെ പറ്റി വോയിസ് ഓഫ് ട്രൂത്ത് നേരത്തെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞതാണ്, നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ പെസഹായുടെ ദിവസം വളരെ ദയനീയമായ രീതിയിൽ സഭയ്ക്ക് എതിരായിട്ട് ചിന്തിച്ചുകൊണ്ട് സഭാ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സഭയുടെ അടിസ്ഥാന തത്വമായ പരിശുദ്ധ ബലിയർപ്പണത്തെ അവഹേളിച്ചുകൊണ്ട് മണവാളനും പാർട്ടികളും അടുത്ത നാടകവും അരങ്ങേറിയിരിക്കുകയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു, പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നുണ്ട് എങ്കിൽ സഭ അംഗീകരിച്ച, സിനഡ് അംഗീകരിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച് ഉത്തരവിറക്കിയ സഭയുടെ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ, മറ്റുള്ള ഭക്താഭ്യാസങ്ങളൊക്കെ അവിടെ നടത്താം എന്ന് ഉള്ള കോടതി വിധിയുടെ മറപറ്റിക്കൊണ്ട് എറണാകുളം ബസലിക്കയിലെ വിശ്വാസികളെ ചതിച്ചുകൊണ്ട് എറണാകുളം ബസലിക്കയിൽ മാത്രം പരിശുദ്ധ ബലിയർപ്പണം നടത്താതെ അവിടെ മറ്റുള്ള ഭക്ത അഭ്യാസങ്ങൾ, ശരിക്ക് ഇതൊക്കെ ഒരു അഭ്യാസമാണ്. സഭയുടെ പരിശുദ്ധ ബലിയർപ്പണമാണ് അടിസ്ഥാന വിശ്വാസ സത്യം. അപ്പോൾ പരിശുദ്ധ ബലിയർപ്പണം നടത്താതെ മറ്റെന്തൊക്കെ നടത്തിയാലും, ഇത് വോയിസ് ഓഫ് ട്രൂത്ത് നേരത്തെയും പറഞ്ഞതാണ്, നിങ്ങൾ കുരിശിന്റെ വഴിയോ, നിങ്ങൾ ജപമാലയോ, നിങ്ങൾ നൊവേനയോ, നിങ്ങൾ എന്ത് നടത്തിയാലും അതൊക്കെ പരിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷമേ ആകുന്നുള്ളൂ. കർത്താവിന്റെ പെസഹ, കർത്താവ് നമ്മൾക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ പരിശുദ്ധ ബലിയർപ്പണം, അതും പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം പോലും പരിശുദ്ധ ബലിയർപ്പണം ബസലിക്കയിൽ നിഷേധിച്ചുകൊണ്ട് മണവാളനാന്റെ പാർട്ടി നടത്തിയ വളരെ വിചിത്രമായ നാടകമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മണവാളന്റെ അതിബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ നിരോധിച്ച സാത്താൻ കുർബാന സെന്റ് മേരി സ്കൂളിൽ കുർബാനയോടൊപ്പം കാൽകഴുകൽ ശുശ്രൂഷയും നടത്തിയതിനു ശേഷം അന്നേ ദിവസം, എന്ന് വെച്ചാൽ പെസഹായുടെ അന്ന് വൈകുന്നേരം ആരാധനയോടുകൂടി വീണ്ടും ഒരു കാൽകഴുകൽ, എന്ന് വെച്ചാൽ ഒരേ ഇടവകയിൽ ഒരേ ദേവാലയത്തിന് കീഴിലുള്ള സ്ഥലത്ത് 2 പ്രാവശ്യം കാല് കഴുകി കാല് വൃത്തിയാക്കി മണവാളൻ. എന്നാൽ അവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിന് ഇടയ്ക്ക് നടക്കേണ്ട, ലിറ്ററജിക്ക് ഇടയ്ക്ക് നടക്കേണ്ട പരിശുദ്ധമായ ഒരു കർമ്മമാണ് കാലുകഴുകൽ ശുശ്രൂഷ എന്ന് മണവാളൻ മറന്നുപോയോ മണവാള എന്ന് മണവാളനോട് ചോദിക്കുമ്പോൾ, ഇതേ ഒരു കർമ്മം മറ്റൊരു രീതിയിൽ നടത്തിയ മറ്റൊരു വിദ്വാനുണ്ട് എറണാകുളം വിമത ലോഹ തൊഴിലാളികളുടെ ഇടയിൽ, നിതിൻ പനവേലിനെ പറ്റി അറിയാത്തവരാരും കാണത്തില്ല. വളരെ ഫേമസ് ആണ്, പല രീതിയിൽ ഫേമസ് ആണ്. അത് ഏതൊക്കെ രീതിയിൽ ഫേമസ് ആണെന്ന് എറണാകുളത്തുള്ളവർക്കറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഏതായാലും LGBTQ നക്ഷത്രം തൂക്കിയതും കത്തോലിക്കരെയും ക്രിസ്ത്യാനികളെ മുഴുവനും ക്രിസംഗികളാക്കിയതും, അങ്ങനെ പല രീതിയിൽ സഭയ്ക്കെതിരായിട്ട്, സഭയെ നാണം കെടുത്തുവാൻ, സഭയെ നിശ്ചിത വിമർശനത്തിന് ഇരയാക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു പയ്യൻസാണ് ഈ നിതിൻ പനവേലിൽ എന്ന് പറയുന്നവൻ. ഇതൊക്കെ കാണുമ്പോൾ പ്രായമായ ആളുകൾ ചോദിച്ചു പോകും, എടാ കൊച്ചനെ, നിനക്ക് ഇത് മാത്രമേ പണിയുള്ളൂ, മറ്റു പണികളൊന്നും നിനക്കില്ലേടാ ചെറുക്ക, ഇതിനാണോ നീ ഇങ്ങനെ ലോഹ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇതാണോ നിനക്ക് കിട്ടിയ പൗരോഹിത്യം എന്ന് പ്രായമായ ആളുകളെങ്കിലും ചോദിച്ചു പോകുന്ന രീതിയിലാണ് ഈ പയ്യൻസിന്റെ പ്രവർത്തനങ്ങൾ. ഏതായാലും ഇവിടെയും പുള്ളി പുതിയൊരു പരിപാടിയൊക്കെ ഒപ്പിച്ചെടുത്തു. കാരണം ഇവിടെ ചെയ്ത പുതിയ പരിപാടി എന്താണെന്ന് നമ്മുടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാം. പത്രമാധ്യമങ്ങൾ വഴി അത് ഇന്ന് കേരളത്തിലുള്ള മലയാളികളെങ്കിലും കുറച്ച് പക്ഷം വായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ട കാര്യമാണ്. ഇവരുടെ എറണാകുളത്തെ സാത്താൻ നിവേശിത ഏകമെന്ന ചാനൽ വഴിയും ഇവരിത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നു, ഇതാ മാർപ്പാപ്പയെ അനുകരിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ്? ഈ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻസാണ്. ഏതായാലും സീറോ മലബാർ സഭ ഇത്രയും അപമാനിച്ച ഈ നിതിൻ എന്ന് പറഞ്ഞ ഈ കൊച്ചനെ ഒന്ന് പുറത്താക്കാൻ, അല്ലെ സഭയിൽ നിന്ന് പുറത്താക്കാൻ കഴിവില്ലാത്ത സിനഡിനെയാണ് ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ ഈ നിതിനെ പോലുള്ള ഈ പയ്യന്മാർക്ക് പൗരോഹിത്യം കൊടുത്ത
ആരായാൽ ആ മെത്രാനെയാണ് ആദ്യം അടിക്കേണ്ടത്. അടി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിയാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത്. പിന്നീട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ പനവേൽ ചെറുക്കനെ ഒരു നടപടിയുമില്ലാതെ ഇപ്പോഴും സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സിനഡിനെയാണ് അടുത്ത വിശ്വാസത്തിന്റെ അടി കൊടുക്കേണ്ടത്. ഇവരെയൊക്കെ സഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഏതായാലും മറ്റുള്ളവർക്ക് ചിരിച്ചു കളിക്കുവാൻ ഈ നിതിൻ പനവേലിന് ഈ പയ്യനൊക്കെ കാരണമായതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് മുൻപിലുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുക, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റാണ്. കുഞ്ചറിയ ആലപ്പുഴ എന്നുള്ളൊരു നിരീശ്വരവാദിയുടെ പോസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക, കോപ്പിയടിയും പൊലിപ്പിക്കലുമൊന്നും ഇല്ലെങ്കിൽ കുരിശുകഥ വെറും വട്ടപൂജ്യമെന്ന്. ഇങ്ങനെയൊക്കെ നിരീശ്വരവാദികൾക്ക് പറയുവാൻ കാരണമുണ്ടാക്കി കൊടുക്കുന്ന, അതിന് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് നിതിനെ പോലുള്ള പയ്യൻസ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവരുടെ ചെയ്തികളാണ് നിരീശ്വരവാദികളെ പോലും അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരെ പോലും ക്രൈസ്തവതക്കെതിരായിട്ട്, ക്രിസ്തുവിനെതിരായിട്ട്, ക്രിസ്തുവിന്റെ ജീവിതത്തിനെതിരായിട്ട് പറയുവാൻ, ഇങ്ങനെ പോസ്റ്റുകൾ ഇറക്കുവാൻ പ്രേരണയായത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം നിതിൻ കാണിച്ച പരിപാടി എന്താണ്? സ്ത്രീകളുടെ കാലുകൾ അങ്ങ് കഴുകി ഒരു മാതൃക അങ്ങ് കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. അത് കർത്താവ് കൊടുത്ത മാതൃക ഇപ്പോൾ ഇവിടെ പനവേലിൽ ഒരു പുതിയ മാതൃക അങ്ങ് കൊടുത്തു. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ഓടി നടന്ന് കാണുന്നവരെ ഒക്കെ പിടിച്ച് കാല് കഴുകിക്കൂ എന്നാണോ ഈ പനവേൽ പയ്യ നീ ഉദ്ദേശിച്ചത് എന്ന് ഈ പയ്യനോടൊന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ബലിയപ്പണം എന്താണെന്ന് പോലും അറിയാതെ അൾത്താരയിൽ കയറി ലോഹയിട്ടുകൊണ്ട് വായിൽ തോന്നുന്നു കോതയ്ക്ക് പാട്ട് പോലെ പറയുന്ന ഇത്തരം നശൂലങ്ങളെ ലോഹയൂരി സഭയിൽ നിന്ന് പുറത്താക്കാതെ ഈ സഭ നന്നാകുമെന്ന് യാതൊരു വിശ്വാസവും ഇപ്പോൾ വിശ്വാസികൾക്കില്ല. സ്ത്രീകളുടെ കാലുകൾ കഴുകിയാൽ അത് എന്തോ സംഭവമാണെന്ന് LGBT സ്റ്റാർ തൂക്കിയ അല്ലെങ്കിൽ കത്തോലിക്കരെ ക്രിസംഗി എന്ന് വിളിച്ച ഈ വിവരശൂന്യനായ ഈ പയ്യൻ ഉണ്ടെങ്കിൽ ഈ പയ്യന്റെ ജീവിതം കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ബസലിക്കയിലെ മണവാളന്റെ ഒക്കെ ശിഷ്യന്മാരാണോ എന്നിപ്പോൾ സംശയമുണ്ട്. കാര്യം മണവാളൻ ചെയ്യുന്നതും ഈ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻസ് ചെയ്യുന്നതും ഒക്കെ ഒരേ കാര്യമല്ലേ? കാരണം എന്താണ് കാലുകഴുകൽ ശുശ്രൂഷ എന്ന് മണവാളനോ ഈ പയ്യനോ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം സ്ത്രീകളുടെ കാലുകൾ എന്തുകൊണ്ട് കഴുകുന്നില്ല, സീറോ മലബാർ സഭ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും എറണാകുളത്തെ വിമത ലോക പിശാചുക്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും സംശയമാ. ഏതായാലും വിശ്വാസികൾക്ക് അതൊക്കെ അറിയാം. പക്ഷെങ്കിൽ ലോഹയിട്ട ഇത്തരം ലോഹ തൊഴിലാളികൾക്ക് അതറിയാമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. കാരണം പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണെന്ന് അന്ന് കൃത്യമായിട്ട് ബൈബിളിൽ അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പൗരോഹിത്യം സ്ഥാപിക്കുമ്പോൾ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കാലുകൾ കഴുകി അവരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ആനയിക്കുക കർത്താവ് ചെയ്തത്. അല്ലാതെ അവിടെ തന്റെ എളിമ കാട്ടുവാനല്ല കർത്താവ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ബൈബിളിലുള്ള ഈ വചനങ്ങളൊക്കെ തിരുത്തി എഴുതേണ്ട വന്നേനെ. കാരണം പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നീ എന്റെ കാലുകൾ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. അപ്പോൾ ശിമയോൻ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ് കൂടി കഴുകണമേ. അപ്പോൾ യേശു പറഞ്ഞ ഒരു വചനമുണ്ട്, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. കാരണം തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. ഇവിടെ പാദങ്ങൾ കഴുകി അവരെ ശുദ്ധീകരിച്ച് പൗരോഹിത്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനം ഇവിടെ പറഞ്ഞത് എന്ന് എത്ര പുരോഹിതർക്കറിയാം. നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നിനക്ക് എന്റെ പൗരോഹിത്യത്തിൽ പങ്കുണ്ടാവുകയില്ല. നിനക്ക് എന്റെ പൗരോഹിത്യത്തിൽ പങ്കുണ്ടാകണമെങ്കിൽ നിന്റെ പാദങ്ങൾ ഞാൻ കഴുകിയേ മതിയാവൂ എന്നാണ് അവിടെ കർത്താവ് അർത്ഥമാക്കിയത്. അവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ
പ്രതീകാത്മകമായിട്ടാണ് കർത്താവ് അവിടെ സ്ത്രീകന്മാരുടെ പാദങ്ങൾ കഴുകിയത്. ആ പാദങ്ങൾ കഴുകുമ്പോൾ യൂദാസ് കൊറിയാത്തയുടെ പാദങ്ങളും അവിടുന്ന് കഴുകിയിരുന്നു. അവനും കർത്താവിനോടൊപ്പം മേശയിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു. എന്നിട്ടും യൂദാസിനെ പറ്റി കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രനോ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ അവനെ ഒറ്റ കൊടുക്കുന്നവന് ദുരിതം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ്. ഇങ്ങനെ കർത്താവ് ശപിച്ചു തള്ളിയ, ജനിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ യൂദാസിനെ പോലെയുള്ള എറണാകുളം ലോഹ തൊഴിലാളികൾക്ക് എവിടെയാണ് ശാപമോക്ഷം കിട്ടുന്നത്? ജെയിംസ് പനവേലിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ മണവാളനെ പോലെയുള്ളവർ പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിക്കുമ്പോൾ, പരിശുദ്ധ ബലിയർപ്പണത്തിന് ഇടയിലുള്ള കാൽകഴുകൽ ശുശ്രൂഷയെ അപമാനിക്കുമ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന ശാപം കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ടാണ് കാലുകൾ കഴുകിയത്. അതിന്റെ കൂടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ ചിലർ അല്ല. ആ ശുദ്ധി കാലിലെ അശുദ്ധി അല്ല കർത്താവ് ഉദ്ദേശിച്ചത്, മനസ്സിലെ അശുദ്ധിയാണ്. കർത്താവ് അത് ആരെ പറ്റി പറയുന്നു എന്നുള്ളത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യൂദാസിനോട് പറയുന്നു, നീ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം നീ എന്റെ ശിഷ്യനാണ്, നീ എന്റെ 12 അപ്പസ്തോലന്മാർ ഒരാളാണ്, നീയും എന്റെ കൂടെ ഈ 3 വർഷക്കാലം എന്നോടൊപ്പം സഞ്ചരിച്ചവനാണ്, നിന്റെ കാലുകളും ഞാൻ കഴുകി, നീയും എന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു, നീയും എന്റെ ശരീരമാകുന്ന അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു, എന്നാൽ നിന്റെ മനസ്സ് ശുദ്ധമല്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ എല്ലാവരും ശുദ്ധരല്ല എന്നുള്ളത്. ഇവിടെ എറണാകുളത്തെ വിമത കോമരങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ഈ എറണാകുളത്തുള്ള വിമത ലോഹ തൊഴിലാളികൾ ശുദ്ധരല്ല, നിങ്ങൾ പൗരോഹിത്യത്തിന് അർഹരല്ല. ഇവിടെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ കാലുകളാണ് കർത്താവ് കഴുകിയത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്ത്രീകളുടെ കാലുകൾ കഴുകുവാൻ ഇവിടെ വെമ്പൽ കൊള്ളുന്ന ഈ നിതിനെ പോലുള്ള ഈ പയ്യൻസും മറ്റു ചിലരും ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീ പൗരോഹിത്യമാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ കർത്താവിന് തന്നെ അത് ചെയ്യാമായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്വന്തം അമ്മ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മർത്താ മറിയം അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മഗ്ദലന മറിയം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്കൊക്കെ അറിയാം, ഉയർപ്പ് ദിനത്തിൽ ആദ്യം കർത്താവിന്റെ കല്ലറ തേടിപ്പോയവൾ, കർത്താവിനെ വീണ്ടും സുഗന്ധദ്രവ്യങ്ങളാൽ പൊതിയുവാൻ പോയവൾ, കർത്താവിനെ വീണ്ടും അന്വേഷിക്കുവാൻ പോയവൾ, അവൾ ഒരു സ്ത്രീ ആയിരുന്നു, പുരുഷന്മാരായിരുന്നില്ല. പത്രോസും യോഹന്നാനും അവൾ വിളിച്ചതനുസരിച്ചാണ് വന്നത്. അതിനുശേഷവും കല്ലറ കണ്ട് തൃപ്തിപ്പെട്ട് തിരിച്ചു പോയവരാണ് അവർ. അവിടെ കർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നത് മഗ്ദലന മറിയം എന്ന സ്ത്രീ ആയിരുന്നു. എന്നിട്ട് പോലും കർത്താവ് സ്ത്രീകളുടെ കാലുകൾ ആ ലിറ്റർജിയുടെ സമയത്ത് കഴുകിയിട്ടില്ലെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. സ്ത്രീകളെ വെറുപ്പുണ്ടായിട്ടല്ല, സ്ത്രീകളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കാരണം കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സ്ത്രീകളെ തന്നെയായിരുന്നുള്ളത്. കുരിശ് മരണത്തോളം അവിടുന്ന് എടുത്തു കാണിച്ചതാണ്. സ്വന്തം അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ തന്റെ പ്രിയ ശിഷ്യനോട് പറയുന്നു, ഇത് നിന്റെ അമ്മയാണ്. സ്വന്തം അമ്മയോട് പറയുന്നു, ഇതാ നിന്റെ മകൻ, ഞാൻ പോകുന്നു, എന്നാൽ നിന്നെ അനാഥ ആക്കിയിട്ടല്ല ഞാൻ പോകുന്നത്, നിനക്കൊരു മകനെ തന്നിട്ടാണ് ഞാൻ പോകുന്നത്. നിന്നെ സംരക്ഷിക്കുവാനുള്ളവർ ഇവരാണ്, എനിക്ക് പകരം നിന്നെ അവർ സംരക്ഷിക്കുമെന്നുള്ള വളരെ മഹത്തായ സന്ദേശം നൽകിയിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. അങ്ങനെ സ്ത്രീകളെ എപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന കർത്താവ് എന്തുകൊണ്ടാണ് ഈ 12 സ്ത്രീഹന്മാരുടെ കാലുകൾ കഴിയപ്പോൾ സ്ത്രീകളുടെ കാലുകൾ കഴുകാതിരുന്നത്? കാരണം അവിടെ പൗരോഹിത്യം നൽകപ്പെട്ടത് തന്റെ അപ്പസ്തോലന്മാർക്കാണ്. അതിനെ പോലും ബഹുമാനിക്കാതെ കന്യാസ്ത്രീകളെ വിളിച്ചിരുത്തി കാല് കഴുകി ചുംബിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവം നടന്നു, താൻ മെത്രാനാകും, താൻ മാർപ്പാപ്പയാകുമെന്ന് നിതിൻ എന്ന പയ്യന് അബദ്ധധാരണയുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള ചുവടുവയ്പ്പാണ്. സഭയ്ക്കെതിരായിട്ട് ചെയ്യുന്നവനെ മഹറോൻ ചൊല്ലി പുറത്താക്കുകയാണ് കത്തോലിക്ക സഭ ചെയ്യേണ്ടത്. അപ്പോൾ സിനഡെ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണോ? ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ക്ഷതം പറ്റുന്ന കാര്യമാണ്. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളുടെ കാലുകൾ കഴുകാത്തത്? നിതിൻ എന്ന പയ്യൻ ഇതേ കഴുകിയിരിക്കുന്നു, അവനെ നിങ്ങൾ മെത്രാനാക്കൂ, നിങ്ങളൊക്കെ എന്തുകൊണ്ട് കഴുകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കാലുകൾ കഴുകാതെ കർത്താവ് പോലും അവരെ സ്നേഹിച്ചിട്ട് പോലും അവരുടെ കാലുകൾ കഴുകാതെ അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകിയതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് വോയിസ് ഓഫ് ട്രൂത്തിനെ പോലുള്ള
ചാനലുകൾക്ക് മുന്നോട്ട് വന്ന് ഇത് പറയേണ്ട ഗതികേട് വരുന്നത്? ഇവിടെ മണവാളനും മണവാളന്റെ സിൽബോന്തികളും ചെയ്തതും ഇതൊക്കെ തന്നെയല്ലേ? പരിശുദ്ധ ബലിയർപ്പണം എന്നുള്ള അടിസ്ഥാന തത്വത്തെ മറന്നുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണം നടത്താതെ ആരുടെയൊക്കെ കാലുകൾ കഴുകിയാലും, അവിടെ എന്തൊക്കെ പ്രാർത്ഥനകൾ നടത്തിയാലും, എന്തൊക്കെ കുരിശിന്റെ വഴികൾ നടത്തിയാലും, എന്തൊക്കെ ആരാധനകൾ നടത്തിയാലും ആ ആരാധനയിലൊന്നും കർത്താവ് ഉണ്ടാവുകയില്ല. കാരണം കർത്താവ് സ്ഥാപിച്ച പൗരോഹിത്യത്തിന്റെ മഹത്വം അറിയാതെ, പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം പോലും പരിശുദ്ധ ബലിയർപ്പണം ബസലിക്കയിൽ നടത്താതെ സാത്താൻ ബലിയർപ്പണം അവിടെയും ഇവിടെയും നടത്തി അങ്ങനെ പേരിന് എന്തോ കാട്ടിക്കൂട്ടുന്ന മണവാളനെയും മണവാളന്റെ പാർട്ടികളെയും കർത്താവ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്ന മണവാളൻ അല്പമെങ്കിലും ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലോഹയൂരിപ്പോകൂ, ഇല്ലെങ്കിൽ അവിടെ പരിശുദ്ധ ബലിയർപ്പണം സഭ അംഗീകരിച്ച് ബലിയർപ്പണം നടത്തൂ. മണവാളൻ ആരെയാണ് പേടിക്കുന്നത്? ജനങ്ങൾ തല്ലിക്കൊല്ലുമെന്നോ? ആരും നിങ്ങളെ തല്ലിക്കൊല്ലത്തില്ല. കാരണം കോടതി വിധി നിങ്ങളോടൊപ്പമാണ്, അവിടുത്തെ വിശ്വാസികൾ നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾ ലോക തൊഴിലാളികളെ പേടിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് മണവാള ഇങ്ങനെ ഒരു വൈദികൻ എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിൽ നിലനിൽക്കാൻ? ഇത് മണവാളന് മാത്രമുള്ള ചോദ്യോത്തരങ്ങളല്ല, എറണാകുളത്തുള്ള വിമത ലോഹ പിശാചുക്കൾക്ക് മൊത്തമുള്ളതാണ്. സഭയ്ക്കെതിരെ നിൽക്കുന്ന, വിശ്വാസികളെ വഞ്ചിക്കുന്ന എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്ക് മുഴുവൻ ഈ ഈസ്റ്റർ ദിനത്തിൽ, ഈ ദുഃഖവെള്ളിയുടെ ദിവസം, പെസഹ വ്യാഴാഴ്ചയെ വ്യഭിചരിച്ച നിങ്ങൾക്കുള്ള താക്കീതാണ് കർത്താവിൻ്റെത്. ഈസ്റ്റർ ദിനത്തിൽ, കർത്താവിന്റെ ഉയർപ്പ് ദിനത്തിൽ പോലും നിങ്ങൾ പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നില്ലെങ്കിൽ കഷ്ടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മണവാളൻ നന്നാകുമോ ഇല്ലയോ എന്നറിയത്തില്ല. സീറോ മലബാർ സഭയിൽ ആകമാനം തിരിഞ്ഞും മറിഞ്ഞും പാരവെക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ ചവിട്ടിത്താഴ്ത്താൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു പോരാണോ ഇവിടെ നടക്കുന്നതെന്ന് സംശയമുണ്ട്. കാരണം ഈ വലിയ ആഴ്ചയിൽ തന്നെ ഒരു മെത്രാൻ വിളിച്ചു പറയുന്നു, എന്നെ ആരോ ചതിച്ചു, യൂദാസുമാരുടെ പരിപാടികളാണ്, സോഷ്യൽ മീഡിയ വഴി സഭയെ അപമാനിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മെത്രാന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുക, അതൊക്കെ ശരിക്കുള്ള നടപടികളല്ല എന്നൊക്കെ വിളിച്ച് കരഞ്ഞു പറയുന്ന ഒരു മെത്രാന്റെ വീഡിയോ കണ്ടു. അപ്പോൾ ആ മെത്രാനോട് ചോദിക്കുന്നത്, താങ്കൾ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ മെത്രാനെ? താങ്കൾ യൂദാസ് ആയിട്ടുണ്ടോ മെത്രാനെ? താങ്കൾ ആരെയെങ്കിലും കസേരയിൽ നിന്ന് വലിച്ചു താഴെ ഇടുവാൻ വേണ്ടിയിട്ട് ചരടുവലികൾ നടത്തിയിട്ടുണ്ടോ മെത്രാനെ എന്നാണ് മറ്റൊരു മെത്രാൻ നേരെ പാരപണിതത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ്. കാരണം മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരുന്നു, അപ്പം മുറിക്കൽ ശുശ്രൂഷ പള്ളികളിൽ പാടില്ല, അത് കുടുംബങ്ങളിലാണ് വേണ്ടതെന്ന്. അപ്പോൾ ഈ മെത്രാൻ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പള്ളികളിൽ തന്നെ അങ്ങ് മുറിക്കാൻ തീരുമാനിച്ചു. പലരും പറഞ്ഞു വീടുകളിൽ മുറിക്കാൻ സൗകര്യമില്ല, അത് കാരണം പള്ളികളിൽ മുറിക്കും എന്ന് വെച്ചാൽ മെത്രാന്മാർ തന്നെ തിരിഞ്ഞും മറിഞ്ഞും പാരവെക്കുന്ന ഈ കാലഘട്ടത്തിൽ നിതിൻ പനവേലിയെ പോലുള്ള പയ്യൻ സ്ത്രീ ജനങ്ങളുടെ കാല് കഴുകി എന്തോ സംഭവം ഒപ്പിച്ചു, അല്ലെങ്കിൽ LGBTQ സ്റ്റാർ പൊക്കി എന്തോ സംഭവം ഒപ്പിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മൊത്തം ക്രിസംഗി എന്ന് വിളിച്ച് എന്തോ വലിയൊരാളായെന്നൊക്കെ ചിന്തിക്കുമ്പോഴും മണവാളനെ പോലുള്ള ആളുകൾ നാടകം കളിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തെ അവോയ്ഡ് ചെയ്യുന്ന ഇത്തരം നികൃഷ്ട പരിപാടികൾ നടത്തുമ്പോഴും എല്ലാവരോടും കഷ്ടമെന്ന് മാത്രമേ പറയുവാനുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ചക്കിക്കൊത്ത ചങ്കരൻ എന്ന്. ഇതിനിടയ്ക്ക് ഇത് പറയുവാൻ കാരണം എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരിക്കുന്ന മാർ ബോസ്കോ പുത്തൂർ കാണിച്ച ഒരു അതിബുദ്ധിയാണ്. അദ്ദേഹം പെസഹ ദിനത്തില് പരിശുദ്ധ ബലിയർപ്പണത്തിന് എത്തിയില്ല. അദ്ദേഹത്തിന്റെ ആസ്ഥാന രൂപതയാണ്, ആസ്ഥാന ദേവാലയമാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ ബലിയർപ്പണം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നേരെ ബസിലിക്കയിലെത്തി ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ അങ്ങ് നടത്തി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട വരത്തില്ലല്ലോ, കാരണം ദുഃഖവെള്ളി ദിവസം പരിശുദ്ധ ബലിയർപ്പണമില്ല, ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചലാക്കി കാണിച്ച്, അതിബുദ്ധി കാണിച്ച് മാർ ബോസ്കോ പുത്തൂർ തിരിച്ചു പോയിരിക്കുക. ഇങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉള്ളിടത്ത് എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികൾ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും. അത് നിതിൻ പനവേലിലാണെങ്കിലും, അത് മണവാളനാണെങ്കിലും, അല്ല മറ്റുള്ള വിമത ലോഹ കോമരങ്ങളാണെങ്കിലും, ഇത്തരം അഡ്മിനിസ്ട്രേറ്റർമാർ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? ഏതായാലും മാർ ബോസ്കോ പുത്തൂർ ഉയർപ്പ് ദിനത്തിലെങ്കിലും പരിശുദ്ധ ബലിയർപ്പണം
ബസിലിക്ക ദേവാലയത്തിൽ അർപ്പിച്ച് സീറോ മലബാർ സഭയുടെ അഭിമാനം കാക്കും എന്ന് വെറുതെ ഒന്ന് ആശിച്ചു പോവുക. മാർ ബോസ്കോ പുത്തൂർ താങ്കളെ ഒന്ന് ക്ഷണിക്കുക. അവിടം വരെ വന്ന് പരിശുദ്ധ ബലിയർപ്പണം ഒന്ന് അർപ്പിച്ച്, അത് സഭയുടെ ബലിയർപ്പണം അർപ്പിച്ച് ഈ വിമത ലോഹ പിശാചുകൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കൂ മാർ ബോസ്കോ പുത്തൂർ എന്ന് അദ്ദേഹത്തോടും അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ചേർന്നുകൊണ്ട് അവസാനമായി ഒരു ചോദ്യം കൂടിയുണ്ട്. സഭാ വിരുദ്ധതയ്ക്കൊപ്പം നിൽക്കുന്ന, സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിനെതിരായിട്ട് സാത്താൻ ബലിയർപ്പണത്തിന് കൂട്ടുനിൽക്കുകയും അത്തരം ചടങ്ങുകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന കന്യാസ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് നടപടികൾ നടക്കുന്നില്ല? ഈ കന്യാസ്ത്രീകളെയൊക്കെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എറണാകുളത്തുള്ള കന്യാസ്ത്രീകൾ മുഴുവൻ വിമതരാണോ എന്നുള്ള സംശയം ഇപ്പോൾ സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ ഇടയിൽ പരക്കെ പടരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മുൻപ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, എറണാകുളം ബസലിക്കയിൽ ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് നിങ്ങൾ കാണുന്ന ഈ ആളുകളിൽ 80% കന്യാസ്ത്രീകളാണെന്ന് അവരുടെ വസ്ത്രധാരണത്തിൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇവരൊക്കെ വിമതരാണോ, അതോ ഇവരൊക്കെ വിമതരുടെ വലയിൽ കുടുങ്ങിയോ? ഇതിനൊക്കെ എതിരെ ഈ കന്യാസ്ത്രീകൾ ഏത് സഭയിൽ അംഗമാണോ, ഏത് പ്രൊവിൻഷ്യയിലാണോ അതിന്റെ അധികാരികൾ നടപടികൾ എടുക്കും, അല്ലെങ്കിൽ നടപടികൾ എടുക്കണം. കാരണം കന്യാസ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വലിയ ഉദാത്തമായ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇവര് തന്നെ സഭാവിരുദ്ധരോടൊപ്പം ചേർന്ന് സഭയ്ക്കെതിരായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള സാധാരണ സ്ത്രീകളും മറ്റുള്ള സാധാരണ വിശ്വാസികളും എന്താണ് ചെയ്യുക? അപ്പോൾ കന്യാസ്ത്രീകളെ, നിങ്ങൾ ഈ വിമത ലോഹ തൊഴിലാളികളുടെ ഒപ്പം ചേരാതെ കർത്താവിനോടൊപ്പം ചേരുക. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ നീങ്ങേണ്ടത്, അല്ലാതെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമത കോമാളികളോടൊപ്പം അല്ല എന്ന് സ്നേഹബുദ്ധിയ ഈ കന്യാസ്ത്രീകളോടും ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിതിൻ പനവേലിൽ നിന്ന് ചെറുക്കൻ ഒരു കന്യാസ്ത്രീയുടെ കാല് കഴുകി മുത്തിയതുകൊണ്ട് കന്യാസ്ത്രീകളെല്ലാം വിമതരോടൊപ്പം ചേരുമെന്ന് നിതിൻ പനവേലിൽ നിന്ന് പയ്യൻസിനെ പോലുള്ള വിമതർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ അസംബന്ധമാണ്. എല്ലാ കന്യാസ്ത്രീകളും വിമതരല്ല, പനവേല എന്ന് ഈ പയ്യനോടുകൂടി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പൗരോഹിത്യ സ്ഥാപന ദിവസമായ പെസഹ ദിവസം പോലും പരിശുദ്ധ ബലിയർപ്പണം, സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്താതെ സാത്താൻ ബലിയർപ്പണം നടത്തുകയും പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് ഓടിയൊളിക്കുകയും ചെയ്ത എറണാകുളത്തെ എല്ലാ വിമത ലോഹ തൊഴിലാളികളും പെസഹ വ്യാഴാഴ്ചയെ വ്യഭിചരിച്ചപ്പോൾ, ദുഃഖവെള്ളിയുടെ ദിവസം കർത്താവിനെ വീണ്ടും വീണ്ടും ക്രൂശിച്ചപ്പോൾ, വരാൻ പോകുന്ന ഉയർപ്പ് ദിനമെങ്കിലും നിങ്ങൾ പരിശുദ്ധ ബലിയർപ്പണം നടത്തി, സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തി നന്നാകുമെന്നൊന്നും ആർക്കും പ്രതീക്ഷയില്ല. അത് എറണാകുളത്തെ വിശ്വാസികൾ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. എങ്കിലും നിങ്ങൾ നന്നാകുമെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയാണ് വോയിസ് ഓഫ് ട്രൂത്ത് ഇത്തരം ഒരു സാഹസത്തിന് മുതിരുന്നത്. ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നിങ്ങൾ നന്നാകുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾക്കറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്രാന്മാരോ നിതിൻ പനവേലിൽ അല്ലെങ്കിൽ മണവാളൻ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള വൈദിക വേഷധാരികളാണെങ്കിലും അവരൊന്നും നന്നാകുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും എറണാകുളത്തെ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് എറണാകുളം ബസിലിക്ക ഇടവക ദേവാലയത്തിലെ വിശ്വാസികൾക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും ഒരു മാനസിക സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്. കാരണം ഇതിൽ കൂടുതൽ വോയിസ് ഓഫ് ട്രൂത്തിന് ഒന്നുമേ ചെയ്യുവാൻ സാധിക്കുകയില്ല. സഭയിലെ പുഴുക്കുത്തുകളെ സഭാ നേതൃത്വത്തിന് മുമ്പിൽ തുറന്നു കാട്ടുവാൻ, വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ, ഇവരുടെ സാത്താൻ ചിന്താഗതികൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാൻ മാത്രമേ വോയിസ് ഓഫ് ട്രൂത്തിന് സാധിക്കുകയുള്ളൂ. തീരുമാനമെടുക്കേണ്ടത് സഭാ നേതൃത്വമാണ്. ഇത്തരം പുഴുക്കുത്തുകളെ സഭയിൽ ഇനിയും ആവശ്യമുണ്ടോ? വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന മണവാളന്മാരെ, പനവേലന്മാരെ സഭയിൽ ഇനിയും വെച്ചുകൊണ്ടു പോകണമോ എന്ന് സഭാ നേതൃത്വം തീരുമാനമെടുക്കട്ടെ. അതിനോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സിനഡിനോടൊരു അഭ്യർത്ഥനയുള്ളത്, ഇനിയെങ്കിലും എറണാകുളത്തെ ഇങ്ങനെ ശിക്ഷിക്കരുത്, എറണാകുളം രൂപതയെ ശിക്ഷിക്കരുത്, എറണാകുളത്തെ വിശ്വാസികളെ ശിക്ഷിക്കരുത്. അവർക്ക് സഭ അനുവദിച്ചിരിക്കുന്ന
പരിശുദ്ധ ബലിയർപ്പണം എത്രയും വേഗം നടപ്പിൽ വരുത്തുവാൻ നിങ്ങൾ മുൻപോട്ടിറങ്ങണം. കോടതികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കോടതികൾ ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ, ഞങ്ങൾക്കാരുടെ മുമ്പിൽ തലകുനിക്കുവാൻ വയ്യ, ഞങ്ങൾക്കാരുടെ മുമ്പിൽ പേരുദോഷം വരുത്തുവാൻ വയ്യ എന്നുള്ള മുട്ടാത്താപ്പം ന്യായം കൊണ്ടിരിക്കുന്ന സിനഡ് പിതാക്കന്മാർ ഇനിയെങ്കിലും മുൻപോട്ട് വരൂ. അല്ലാതെ തമ്മിൽ തല്ല് നടത്തി ഒരു മെത്രാൻ വേറൊരു മെത്രാനെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിനെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന മെത്രാൻ സിനഡിലെ ചില മെത്രാന്മാരുടെ മനോഭാവം മാറട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. എറണാകുളത്തെ വിമത ലോക പിശാചുക്കളെ മൊത്തമായിട്ട് അതിൽ ആരെയും മാറ്റി നിർത്താതെ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കുവാനുള്ള ധൈര്യം ഇനിയെങ്കിലും സിനഡ് കാണിക്കണം. അതിനുവേണ്ടി മാർപ്പാപ്പയ്ക്ക് ശുപാർശ ചെയ്യണമെന്ന് മാത്രമേ ഈ ദുഃഖവെള്ളിയുടെ ദിവസത്തിൽ സഭയ്ക്ക് വേണ്ടി, സഭാ വിശ്വാസികൾക്ക് വേണ്ടി സിനഡിനോട് വോയിസ് ഓഫ് ട്രൂത്തിന്റെ അഭ്യർത്ഥന. ഏതായാലും ഈ ഒരു പ്രോഗ്രാം വഴി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാനസിക സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്. എങ്ങനെയായിരിക്കണം ദുഃഖവെള്ളിയുടെ ആചരണങ്ങൾ, എങ്ങനെയായിരിക്കണം കർത്താവിനെ നമ്മൾ മനസ്സിൽ പേരേണ്ടത് എന്ന് ഉള്ളതിന് ഉദാഹരണമായിട്ട് മറ്റൊരു സീറോ മലബാർ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളിയുടെ ചടങ്ങുകൾ തീർച്ചയായിട്ടും എറണാകുളത്തുള്ള വിമത ലോഹ പിശാചുക്കൾ ഇത് കാണണം. അങ്ങനെയെങ്കിലും ചിലപ്പോൾ എറണാകുളത്തെ വിമതർ നന്നായെങ്കിൽ, എറണാകുളത്തെ വിമത ലോഹധാരികൾ നന്നായെങ്കിൽ എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് ഉയർപ്പ് ദിനമെങ്കിലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നിർമ്മല ദുഃഖങ്ങളിൽ നന്മയാലേ ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക്. മാർപ്പാപ്പ ചെയ്യുന്നത് അതേ രീതിയിൽ അതിന്റെ വാക്യാർത്ഥത്തിൽ അനുകരിച്ച് സഭയെ നശിപ്പിക്കുന്ന പനവേലന്മാർക്കും മണവാളന്മാർക്കും മാർപ്പാപ്പ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാകാതെ പോയത് അവരുടെ സെമിനാരി പഠനങ്ങളും അവരുടെ പൈശാചിക ചിന്തകളുമാണ്. മാർപ്പാപ്പ ജയിലിൽ പോയി സ്ത്രീകളുടെ കാലുകൾ കഴുകിയപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ തലവൻ കർത്താവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്നവനാണ് കർത്താവ് എന്നുള്ള സന്ദേശം നൽകുകയാണ് ചെയ്തത്. അല്ലാതെ ലിറ്റർജിയുടെ ഇടയിൽ സ്ത്രീകളുടെ കാലുകൾ കഴുകി മുത്തി മറ്റെന്തോ കാണിച്ചു കൊടുക്കുകയല്ല എന്ന് മനസ്സിലാക്കുവാൻ മാർപ്പാപ്പ ചെയ്തതും മാർപ്പാപ്പ പറഞ്ഞതും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Gesù perdona sempre, soltanto chiede che noi chiediamo il perdono.